നമസ്കാരം സുഹൃത്തുക്കളെ, തൊഴിൽ വീതിയുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ മാതൃകാ ചോദ്യം, അതിൻ്റെ ഉത്തരം, ആ സെക്ഷനാണ് ഇന്ന് നമ്മൾ ഓഡിയോ ക്ലാസ്സായിട്ട് ചെയ്യാൻ പോകുന്നത്. ആ മോക്ക് ടെസ്റ്റിൻ്റെ ആദ്യത്തെ 10 ക്വസ്റ്റ്യനുകളാണ് ആദ്യത്തെ വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യനുകൾ വായിച്ച് ശരിയായ ഉത്തരങ്ങൾ മാത്രം വായിക്കുന്നതായിരിക്കും. തെറ്റായ ഉത്തരങ്ങൾ വായിക്കുന്നില്ല. ചോദ്യങ്ങൾ വായിക്കുന്നു, ശരിയായ ഉത്തരങ്ങൾ വായിക്കുന്നു, അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. 1923 പാലക്കാട് വെച്ച് നടന്ന 2ാം കേരള പ്രവിശ്യ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഏത് പ്രമേയമാണ് പാസ്സാക്കിയത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. 1923 പാലക്കാട് വെച്ച് നടന്ന 2ാം കേരള പ്രവിശ്യ രാഷ്ട്രീയ സമ്മേളനത്തിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് പ്രമേയമാണ് പാസ്സാക്കിയത്? ഭരണത്തിൽ ഇന്ത്യക്കാരുടെ തുല്യ പങ്കാളിത്തം എന്ന് പറയുന്ന പ്രമേയമാണ് പാലക്കാട് വെച്ച് നടന്ന 2ാം കേരള പ്രവിശ്യ രാഷ്ട്രീയ സമ്മേളനത്തിൽ പാസ്സാക്കിയ പ്രമേയം. ഭരണത്തിൽ ഇന്ത്യക്കാർക്ക് തുല്യ പങ്കാളിത്തം എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് പ്രദേശത്താണ് ചീറ്റു പാണ്ഡെയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാന കാലത്ത് സമാന്തര സർക്കാർ രൂപീകരിച്ചത്? ചിറ്റു പാണ്ഡെയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് സമാന്തര സർക്കാർ രൂപീകരിച്ചത് ഭവാനഗറിലാണ്. ഭവാനഗറിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാന കാലത്ത് സമാന്തര സർക്കാർ രൂപീകരിച്ചു. ആരുടെ നേതൃത്വത്തിൽ? ചീറ്റു പാണ്ഡെയുടെ നേതൃത്വത്തിൽ. മൂന്നാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്നവയിൽ വാസ്കോ ഡ ഗാമ കേരളത്തിൽ ആദ്യം എത്തിയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കപ്പലുകളിൽ പെടാത്തത് ഏതാണെന്നാണ്. അപ്പോൾ വാസ്കോ ഡ ഗാമ ഇവിടെ ഇന്ത്യയിൽ എത്തിയപ്പോൾ ഏതൊക്കെ കപ്പലുകളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് പറയാം. സാവോ ഗബ്രിയൽ ഉണ്ടായിരുന്നു, സാവോ വിക്ടോറിയ ഉണ്ടായിരുന്നു, ബെറിയോ ഉണ്ടായിരുന്നു. സാവോ ഗബ്രിയൽ, സാവോ വിക്ടോറിയ, ബെറിയോ ഉണ്ടായിരുന്നു. സാവോ ഗബ്രിയൽ, സാവോ വിക്ടോറിയ, ബെറിയോ തുടങ്ങിയവയാണ് ഉണ്ടായിരുന്നത്. നാലാമത്തെ ചോദ്യം, താഴെ നൽകിയിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ തെറ്റായ പ്രസ്താവന ഞാൻ എടുത്ത് പറയുന്നില്ല, ശരിയായ 3 പ്രസ്താവനകളും വായിക്കാവുന്നതാണ്. 1919 വേഴ്സായി ഉടമ്പടി ഒപ്പുവെച്ചത്. 1919 വേഴ്സായി ഉടമ്പടി ഒപ്പുവെച്ചത്. ശരിയാണ് പറയുന്നത്. 1917 റഷ്യയിലെ ഭരണം ബോൾഷെവിക്കുകൾ പിടിച്ചെടുത്തത്. 1917 റഷ്യയിലെ ഭരണം ബോൾഷെവിക്കുകൾ പിടിച്ചെടുത്തത്. മൂന്നാമത് പറയുന്നത്, പാരിസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് അമേരിക്കൻ കോളനിയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചത് 1785. പാരിസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചത് 1785. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, ഗോവ വിമോചനത്തിന് നേതൃത്വം നൽകിയ ആരാണ് 6 മാസക്കാലത്തോളം ഗോവയുടെ മറ്റ് അനുബന്ധ പ്രദേശങ്ങളിലും മിലിറ്ററി ഗവർണറായിരുന്നത്? ഗോവ വിമോചനത്തിന് നേതൃത്വം നൽകിയ ആരാണ് 6 മാസക്കാലത്തോളം ഗോവയുടെയും മറ്റ് അനുബന്ധ പ്രദേശങ്ങളുടെയും മിലിറ്ററി ഗവർണറായിരുന്നത്? ആൻസർ KP കണ്ടത്താണ്. KP കണ്ടത്ത് ഗോവ വിമോചനത്തിന് നേതൃത്വം നൽകിയിരുന്നു. 6 മാസക്കാലത്തോളം ഗോവയുടെയും മറ്റ് അനുബന്ധ പ്രദേശങ്ങളുടെയും മിലിറ്ററി ഗവർണറായി തുടരുകയും ചെയ്തിരുന്നു. ആറാമത്തെ ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച ഫാക്ട് ഫൈൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വം നൽകിയത് ആരാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച ഫാക്ട് ഫൈൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വം ആർക്കായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അബ്ബാസ് തിയാബ്ജിക്കായിരുന്നു കേട്ടോ. അബ്ബാസ് തിയാബ്ജിയാണ് ഫാക്ട് ഫൈൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വം നൽകിയിരുന്നത്. അബ്ബാസ് തിയാബ്ജി ആയിരുന്നു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ അവസാനമായി രൂപമെടുത്ത ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് കേട്ടോ. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വെല്ലിംഗ്ടൺ പ്രഭുവിൻ്റെ കാലത്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിന് ശക്തമായ അടിത്തറ പാകുന്ന ഒരു നിയമമുണ്ടാകുന്നത്. അത് ഏത് നിയമമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഒന്നും കൂടെ പറയാം, വെല്ലിംഗ്ടൺ പ്രഭുവിൻ്റെ കാലത്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിന് ശക്തമായ അടിത്തറ പാകുന്ന ഒരു നിയമം ഉണ്ടാകുന്നത്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഒമ്പതാമത്തെ ചോദ്യം, 2023 സെപ്റ്റംബറിൽ ഒപ്പുവെക്കപ്പെട്ട ലിപ്ടാക്കോ ഗൗർമ ചാർട്ടർ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ വന്നിട്ട് മാലി, ബുർക്കിനോ ഫാസോ,
നൈജർ എന്നീ രാജ്യങ്ങളിലെ സൈനിക നേതാക്കൾ തമ്മിലുള്ള ഉടമ്പടിയാണത്. ഒന്നും കൂടെ പറയാം. മാലി, ബുർക്കിനോ ഫാസോ, നൈജർ എന്നീ രാജ്യങ്ങളിലെ സൈനിക നേതാക്കൾ തമ്മിലുണ്ടായ ഉടമ്പടിയാണ് 2023 സെപ്റ്റംബറിൽ ഒപ്പുവെക്കപ്പെട്ട ലിപ്ടാക്കോ ഗൗർമ ചാർട്ടർ എന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ. സൺസ് ഓഫ് ലിബർട്ടി എന്ന സംഘടന താഴെ നൽകിയിരിക്കുന്നതിൽ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്നതാണ് ഉത്തരം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഘടനയാണ് സൺസ് ഓഫ് ലിബർട്ടി എന്നത്.